ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 12-ാം തീയതി എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായമാണ്. വളരെ മനോഹരമായിരിക്കുന്ന അധ്യായമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ബൈബിൾ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു അധ്യായമാണിത്. ഇസ്രായേൽ മക്കളെ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്നതായിരിക്കുന്ന കനാനിൽ അവർ പ്രവേശിച്ച് അവിടെ താമസമാക്കുമ്പോൾ അവരെ പാലിക്കേണ്ടതായിരിക്കുന്ന പല നിയമങ്ങളുണ്ട്. അങ്ങനെയുള്ള നിയമങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഏതാണ്ടൊരു അന്തസ്സത്തെ എന്ന് പറയുന്നത് 6-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളാണ്. അതിങ്ങനെയാണ്: നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും, നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. എന്താ പറയുന്നത്? ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കനാൻ നാട്ടിൽ കൊണ്ടു ചെല്ലും. കനാൻ എന്ന് പറഞ്ഞാൽ പാലും തേനും ഒഴുകുന്ന ദേശമാണ്. ആ ദേശത്ത് നീ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ നല്ല നല്ല വീടുകൾ കാണും, ഒന്നാന്തരം വീടുകൾ. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ചായല്യം അടിച്ചതും വച്ചിട്ടതുമായിരിക്കുന്ന അനേക മുറികളുള്ള കൊട്ടാരങ്ങൾക്ക് സമാനമായ വീടുകൾ. അതുപോലെ തൊഴുത്തുകൾ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന പശുക്കൂട്ടം, ഒലിവൃക്ഷങ്ങൾ നിറച്ച ഒലിവ്, മുന്തിരിത്തോട്ടങ്ങൾ നിറച്ച മുന്തിരി, അത്തിവൃക്ഷങ്ങളെല്ലാം നിറച്ച ഫലം, പാടങ്ങളൊക്കെ ഇതാ നിറഞ്ഞു കിടക്കുന്നു. ഗോതമ്പ് കൊയ്തെടുക്കുവാൻ സമയമായി. അങ്ങനെ കിടക്കുന്ന ഒരു ദേശത്തേക്കാണ് ഇവർ പോകുന്നത്. ഒന്നിനും കുറവില്ലാത്തതായിരിക്കുന്ന ദേശം, സമൃദ്ധിയുടെ പര്യായമായിരിക്കുന്ന കനാൻ ദേശം, അക്ഷരാർത്ഥത്തിൽ പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. ഇസ്രയേലിൽ പോയിട്ട് വന്നതായിരിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞത്, ഞാനിങ്ങനെ ചോദിച്ചു, ഈ പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് ഈ കനാൻ ദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിന് വല്ല അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു. അത് പക്ഷേ ഒരു ആലങ്കാരിക പ്രയോഗമല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, ആലങ്കാരിക പ്രയോഗമാണെങ്കിലും അങ്ങനെ അല്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അവിടുത്തെ പശുക്കളൊക്കെ ഹോൾസ്റ്റെയിൻ ചില പശുക്കളൊക്കെ നിൽക്കുന്ന കണ്ട 10-40 ലിറ്റർ പാല് ചുരത്തുന്നതായിരിക്കുന്ന പശുക്കളാണ്. അങ്ങനെയുള്ള ഓരോ ഡയറി ഫാമുകൾ ആയിരക്കണക്കിന് പശുക്കളാണ്. 1-2 ഡയറി ഫാമുകളാണോ? അതുപോലെ തേൻ്റെ കാര്യം പറഞ്ഞു, ഈത്തപ്പനകളൊക്കെ ഇങ്ങനെ 2 അടി 3 അടി 4 അടിയൊക്കെ ഉയരം മാത്രമേ ഉള്ളൂ. അതിൻ്റെ മടലുകളിലൊക്കെ ഈ തേനീച്ച കൂട് കെട്ടിയിട്ട് ആ തേനീച്ചയുടെ ആ തേൻ അട വന്നിട്ട് റോഡിൽ മുട്ടിക്കിടക്കുന്നതായിരിക്കുന്ന നിലയിലാണെന്ന് പറഞ്ഞു. ആളുകൾ അങ്ങോട്ട് ചെന്നിട്ട് ഊതി ഈച്ച മാറിയിട്ട് അതിൽ നിന്ന് കഷ്ണം അടത്തി അങ്ങനെ തിന്നുന്നതായിരിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാലും തേനും ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞതാണ്, നീ ഇസ്രായേൽ ജനത്തോട് പറയണം, നിങ്ങളങ്ങനെ കനാൻ നാട്ടിൽ ചെന്നിട്ട് മനോഹരമായ വീടുകളിലൊക്കെ കയറി പാർക്കുകയും അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളും ഫർണിച്ചറുകളും എല്ലാം, ഒലിവ് തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അത്തിപ്പഴങ്ങളും എല്ലാം ഇഷ്ടംപോലെ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കൊരു തെറ്റ് പറ്റാം. എന്താണെന്നറിയാമോ? ഇതെല്ലാം തന്നതായിരിക്കുന്ന യഹോവയെ മറന്നു കളയാനുള്ള സാധ്യതയാണ്. ഇതെല്ലാം തന്നു കളയുന്നത് എന്ന് പറഞ്ഞാൽ സമൃദ്ധി നമുക്ക് അനുഗ്രഹമാണെങ്കിലും സമൃദ്ധിക്കൊരു ആപൽക്കരമായ വശമുണ്ട്. ആ ആപൽക്കരമായ വശം എന്താണെന്ന് ചോദിച്ചാൽ, സമൃദ്ധിയിൽ പലരും ദൈവത്തെ മറന്നു കളയും. സമൃദ്ധി തന്ന ദൈവത്തെ മറന്നു കളഞ്ഞ് സമൃദ്ധി അനുഭവിക്കും. അങ്ങനെയാണ്. അങ്ങനെ സംഭവിക്കരുതെന്നാ പറയുന്നത്. നിനക്ക് സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ദാരിദ്ര്യം ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. മിസ്രൈമിലായിരുന്നപ്പോൾ അവർക്ക് ആഹാരത്തിനൊന്നും കുറവില്ലായിരുന്നു. അവർ പറഞ്ഞു അത് ശരിയായിരിക്കും. പക്ഷേ ഇഷ്ടികപ്പണിയൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വൈകിട്ട് ചെല്ലുമ്പോൾ അവർ വളരെ കഷ്ടിച്ച് വിശന്ന് ദാഹിച്ച് ചെല്ലുമ്പോൾ അവർ വല്ലതും കഴിക്കുമെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ കനാൻ നാട്ടിലെ സ്ഥിതി അതല്ല. അവർ വിതയ്ക്കാത്ത നെൽപ്പാടങ്ങളും അവർ നട്ടിട്ടില്ലാത്ത തോട്ടങ്ങളും അവർ കുഴിച്ചിട്ടില്ലാത്ത കിണറുകളും അവർ പണിതില്ലാത്ത വീടുകളും എന്ന് വേണ്ട സമൃദ്ധിയുടെ ചിഹ്നമായിരിക്കുന്ന സകലവും അതിൻ്റെ സമൃദ്ധിയിൽ അനുഭവിക്കുവാൻ അവർക്ക് ഇടയാകുന്നതായിരിക്കുന്ന സമയത്ത് ഹൃദയം നിഗളിച്ചിട്ട് ദൈവത്തെ മറന്നു കളവാനിടയാകും. ഒരു പടിയുടെ മുന്നോട്ട് പോയി ഇതൊക്കെയും എൻ്റെ കൈ ഉണ്ടാക്കി എന്ന് കുറച്ച് കഴിയുമ്പം പറയും. ആദ്യമൊന്നും പറയില്ല, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം പറയും. അവരെ പിന്നെ മുന്തിരിത്തോട്ടത്തിലൊക്കെ പുതിയ തോട്ടങ്ങളൊക്കെ വെക്കുമല്ലോ, ഇതൊക്കെ ഞങ്ങളുടെ കയ്യാണ് ഉണ്ടാക്കി, മക്കളെ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയാന്ന് പറയും. അനേക മാതാപിതാക്കന്മാരും അങ്ങനെ പറയാറുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ ഇതൊക്കെ ഞങ്ങൾ വളരെ അധ്വാനിച്ചുണ്ടാക്കി. നിങ്ങളുടെ അധ്വാനിച്ചെന്നുള്ളത് ശരിയായിരിക്കും, പക്ഷേ നിങ്ങളല്ല ഉണ്ടാക്കിയത്. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കാതെ നമ്മുടെ അധ്വാനത്തെ ഒരിക്കലും സഫലമാക്കുകയില്ല, എത്ര അധ്വാനിച്ചാലും ഇല്ല.
ദൈവമാണ് ഇതിനെ അനുഗ്രഹിക്കുന്നത്, അല്ലേ ദൈവം ഊതിക്കളയുമെന്നാണ് ദൈവം പറഞ്ഞത്. ഊതിക്കളയും. ദൈവത്തെ മാനിക്കാതെ നാം അധ്വാനിച്ചാൽ ദൈവം ഇത് ഊതിക്കളയും. ഓട്ടയുള്ള പാത്രത്തിൽ കൊണ്ടിടുന്നത് പോലെ ഇരിക്കുന്ന നാണയത്തുട്ടുകൾ കുറച്ച് കഴിഞ്ഞ് പാത്രം നിറഞ്ഞു കഴിഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ഒറ്റ നാണയം അതിൻ്റെ അകത്തില്ല. ഓട്ടയിൽ കൂടെ അതെല്ലാം പുറത്തു പോയി. അതുകൊണ്ട് പറഞ്ഞു നിങ്ങളങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു, നിങ്ങളങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ പറയാനായിട്ട് നിങ്ങൾക്ക് അനുവാദമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. നിൻ്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ എൻ്റെ ദേവന്മാരായിട്ട് പിന്നാലെ നീ പോകരുത്. നിൻ്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നിട്ട് പറഞ്ഞ്, യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ശാശ്വത അനുഗ്രഹങ്ങളും ആയി തീരണമെങ്കിൽ നാം ദൈവത്തെ ഗൗരവമായി എടുക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകളെ ഗൗരവമായി എടുക്കണം. ദൈവം പറഞ്ഞ കാര്യങ്ങളെ നാം കേൾക്കണം, ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹത്തിൻ്റെ വഴി കിട്ടൂ. ദാരിദ്ര്യത്തെക്കാൾ എല്ലാവരും ആഗ്രഹിക്കുന്ന സമ്പന്നതയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദാരിദ്ര്യത്തിന് അതിൻ്റെ സ്ഥാനവും സമ്പന്നതയ്ക്ക് അതിൻ്റെ സ്ഥാനവും ഉണ്ട്. ദാരിദ്ര്യത്തിൽ നാം ദൈവത്തോട് കരയും, ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തെ അന്വേഷിക്കും. സമ്പന്നതയിൽ നാം ദൈവത്തെ മറക്കും. അങ്ങനെ ദൈവത്തെ മറന്നു കഴിയുമ്പോൾ പിന്നെ വരുന്നത് ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യം വളരെ കൈപ്പേറിയ ദാരിദ്ര്യമായിരിക്കും. എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന സമൃദ്ധിയായിരിക്കും. ആ സമൃദ്ധിയിലും മധുരം വളരെയധികമായിരിക്കും. പക്ഷേ നന്ദിയോടെ അത് നാം അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ദൈവം വെറുക്കുന്ന വസ്തുക്കൾ എത്ര വലിയതായാലും നാം അതിനെ സേവിക്കരുത്. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ അയൽക്കാരുടെ നിങ്ങളുടെ ദേശത്തുള്ളതായിരിക്കുന്ന വിഗ്രഹങ്ങളും വിഗ്രഹമാലിന്യങ്ങളും നിങ്ങൾ പുറകെ പോകരുത്. നാം അതിനെ മനഃപൂർവ്വം ഉപേക്ഷിക്കണം. നാം പറയണം, കർത്താവേ നീ പകയ്ക്കുന്നതിനെ ഞാനും പകയ്ക്കട്ടെ എന്ന് പറയണം. നീ കർത്താവെ അവിടുന്ന് പകയ്ക്കുന്നതിനെ പകയ്ക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ തീരുമാനം ചെയ്യണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യുകയില്ല. നമ്മുടെ സമൃദ്ധി നമുക്ക് ആപത്തായി തീരരുത്. അങ്ങനെ സമൃദ്ധി ആപത്തായി തീർന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ദൈവത്തെ മറന്നു. ദൈവത്തിൻ്റെ വാക്ക് ദൈവം ഓർത്തു, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ദൈവം ഓർത്തു. അവരെ ശിക്ഷിക്കുവാനായിട്ട് ദൈവം ഇടയായി. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് സമൃദ്ധിയുടെ ആപത്ത് നമുക്ക് വരരുത്. സമൃദ്ധിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. സമൃദ്ധി അനുഗ്രഹമാണ്, യാതൊരു സംശയവുമില്ല. തിന്നാനും കുടിക്കാനും കഴിക്കാനും ധരിക്കാനും താമസിക്കാനും ഒക്കെ വേണ്ടതെല്ലാം ദൈവം നമുക്ക് തന്നെങ്കിൽ അത് അനുഗ്രഹമാണ്. അതിനെ നമുക്ക് ഉപയോഗിക്കാം, ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാം, നന്ദിയോട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്താണ്, സമൃദ്ധിയുടെ ആപത്താണ് ഏറ്റവും വലിയ ആപത്ത്. അത് നമുക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.